ഹലോ സ്റ്റുഡൻസ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്ലൂയിഡ് മെഷീനറിയിലെ 6th മൊഡ്യൂളിനെ പറ്റിയാണ്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറും അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കമ്പോണൻസ്, ദെൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വെലോസിറ്റി ട്രയാങ്കിളും, റൈറ്റ്? സോ ഈ വീഡിയോ നമ്മൾ ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസെൻട്രോപിക് എഫിഷ്യൻസി ഓഫ് എ centrifugal compressor. So isentropic efficiency is nothing but it's a ratio of isentropic work input to actual work input. ഓക്കെ, സോ അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാണ്. നമ്മൾ ജസ്റ്റ് ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഒരു ടി എസ് ഡയഗ്രം നോക്കും, ഒരു കംപ്രഷൻ പ്രോസസ്സിൻ്റെ ടി എസ് ഡയഗ്രം, റൈറ്റ്? ആക്ച്വലി ഒരു കംപ്രസറിൻ്റെ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലും പറഞ്ഞാണ്, ഒരു തിയററ്റിക്കൽ വർക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് ആയിരിക്കും, റൈറ്റ്? തിയററ്റിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു ഐസെൻട്രോപിക് പ്രോസസ്സ് ആയിരിക്കും. ബട്ട് ഒരിക്കലും നമുക്കൊരു തിയററ്റിക്കലി ഉള്ള ഐസെൻട്രോപിക് വർക്കിലേക്ക് ഒരു കംപ്രഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല, കാരണം ദർ വിൽ ബി സെവറൽ ലോസസ്, റൈറ്റ്? സോ ഐഡിയൽ കേസിൽ നമ്മളെപ്പോഴും പറയുന്നത് ദർ വിൽ നോട്ട് ബി എനി ലോസസ് വൈൽ ആൻ എയർ flowing through the impeller, right? But actual case വരുമ്പം there will be different types of losses, like losses due to friction will be there, like friction between air and surface, and loss due to shock at the entry and exit, and due to turbulence caused by the airflow. These are the major 3 reasons for creating losses in a centrifugal turbine. Okay, so our TS diagram consider ചെയ്താൽ നമ്മൾ 2 ഐസോബാറിക് ലൈൻസ് പ്ലോട്ട് ചെയ്യാൻ, P01 ഒരു ലൈനും P02 ഒരു ലൈനും. ഓക്കെ, സോ ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയുന്നത് ഈ 01 to 02' എന്നുള്ള പോയിന്റ് ഐസെൻട്രോപിക് കംപ്രഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കർവാണ്. ഇനി 01 നിന്ന് 02 ആക്ച്വൽ കംപ്രഷൻ പ്രോസസ്സ്, റൈറ്റ്? ശരിക്കും ആക്ച്വൽ കംപ്രഷനിൽ ഉണ്ടാകുന്ന വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഐസെൻട്രോപിക് കംപ്രഷനേക്കാൾ കൂടുതലായിരിക്കും. ക്ലിയർ? സോ ഐസെൻട്രോപിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഐസെൻട്രോപിക് വർക്ക് ഇൻപുട്ട് ടു ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. സോ ദ ഇക്വേഷൻ ഫോർ കമ്പയർ ചെയ്ത് എന്ത് വരും? ഐസെൻട്രോപിക് വർക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് MC/P ഇൻറ്റു, ആക്ച്വലി ഇവിടെ പറഞ്ഞേക്കുന്ന ടി എസ് ഡയഗ്രം സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത്. സോ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടി എന്താ, സ്റ്റാറ്റിക് പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഇവിടെ ഇപ്പോൾ റെഫർ ചെയ്തില്ലേ, റൈറ്റ്? സോ ഇക്വേഷൻ എന്ത് വരും? MC/P ഇൻറ്റു ഐസെൻട്രോപ്പിക് എങ്ങനെ വരും? T02 to T01. സോ T02 മൈനസ് T01 ഡിവൈഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട് എന്ത് വരും? MC/P ഇൻറ്റു T02 മൈനസ് T01. ഇനി MC/P മോൾ എന്താണ്? ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ക്യാൻസൽ ചെയ്ത് എന്ത് വരും? ഫൈനൽ ഇക്വേഷൻ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഈക്വൽ ടു T02 മൈനസ് T01 ഡിവൈഡഡ് ബൈ T02 മൈനസ് T01, റൈറ്റ്? ഇനി നമ്മൾ സ്റ്റാറ്റിക് പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എന്ത് വരും? ഈ T02 എന്നു പകരം T2 T1 എന്ന് വരും. സോ ഐസെൻട്രോപിക് എഫിഷ്യൻസി ഈക്വൽ ടു T2 മൈനസ് T1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. സോറി, ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഈ ടേം എന്ന് പറയുന്നത് T2 മൈനസ് T1 ആണ്. T2 ഇല്ല, അവിടെ T2 മാത്രമേ ഉള്ളൂ. T2 മൈനസ് T1 വരും, റൈറ്റ്? അത് ക്വസ്റ്റ്യൻ തരുന്നതിനനുസരിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ ക്വസ്റ്റ്യനിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസ് ആണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വെക്കും. രണ്ടും സിമിലർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയുമ്പം നമുക്ക് ഇതിൻ്റെ റേഷ്യോസ്, ഐസെൻട്രോപിക് കംപ്രഷൻ ഒരു ഐഡിയ റിവേഴ്സൽ അഡിയാബാറ്റിക് പ്രോസസ്, അതിൻ്റെ റേഷ്യോസ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, റൈറ്റ്? സോ T02 അതായത് ഇതിൻ്റെ പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ എന്താണ്? T02 ഡിവൈഡ് ബൈ T01 ഈസ് ഈക്വൽ ടു P02 ബൈ P01 ഓൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ, റൈറ്റ്? വേണം നമുക്ക് നോക്കാം ഇവിടെ T02 വരുന്നില്ല, എന്തുകൊണ്ട് P02 വരുന്നില്ല എന്ന്. ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് P02 തന്നെ പറയാം, പക്ഷേ ഈ കർവ് എന്ന് പറയുന്ന ഒരു ഐസോബാറിക് ലൈനാണ്, അതായത് കോൺസ്റ്റന്റ് പ്രഷർ ലൈനാണ്. സോ P02 എന്ന് പറഞ്ഞാലും P02 എന്ന് പറഞ്ഞാലും സിമിലർ ആണ്, റൈറ്റ്? അതുകൊണ്ടാണ് എന്ത് P02 എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാതെ P02 എന്ന് പറയുന്നത്. ഇനി ഇതേ സാധനം നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റിക് ക്വാണ്ടിറ്റീസിലും പറയാം, സ്റ്റാറ്റിക് പ്രോപ്പർട്ടീസിലും പറയാം. എന്ത് വരും? T2 ഡിവൈഡ് ബൈ T1 ഈക്വൽ ടു P2 ബൈ P1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ എന്ന് വരും, റൈറ്റ്? ഓക്കെ, ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ്
വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ പമ്പ് സെൻട്രിഫ്യൂഗൽ പമ്പൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ടർബൈൻ്റെ കേസിലൊക്കെ പറഞ്ഞതാണ്. ഡിസ്ചാർജ് ബേസ് ചെയ്ത് ഒരു ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്, ഏരിയ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. ഏരിയ ഓഫ് ഇമ്പല്ലർ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ. സോ ഇവിടെ എന്ത് വരും, ഏരിയ ഓഫ് ഇമ്പല്ലർ എന്ന് പറയുമ്പോൾ പൈ d1 b1 vf1. സോ ബി എന്ന് പറയുന്നതാണ് എന്ത്, വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ്. സോ വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് എന്ത് വരും, b1 ഈസ് ഈക്വൽ ടു q ഡിവൈഡ് ബൈ പൈ d1 vf1. ഇനി മാസ് ഫ്ലോ റേറ്റ് നമുക്കിങ്ങനെ എഴുതാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, മാസ് ഫ്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണത്, മെയിൻ ഇക്വേഷൻ. സോ എം ഡോട്ട് ഈസ് ഈക്വൽ ടു എന്താ, റോ ഇൻറ്റു ക്യൂ. സോ ക്യൂവിനുള്ള ഇക്വേഷൻ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരും റോ 1 ഇൻറ്റു പൈ d1 b1 vf1. സോ വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് മാസ് ഫ്ലോ റേറ്റും കൂടി ചേർത്ത് പറഞ്ഞ ഇക്വേഷൻ എന്താവും, എം ഡോട്ട് ഡിവൈഡ് ബൈ റോ 1 ഇൻറ്റു പൈ d1 vf1. ദാറ്റ് ഈസ് ദ വിഡ്ത്ത് ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് കണ്ടീഷൻ. ഇനി വിഡ്ത്ത് അതേ സെയിം ടേംസിൽ അറ്റ് ഔട്ട്ലെറ്റ് കണ്ടീഷനിൽ പറഞ്ഞാൽ എന്ത് വരും, b2 ഈസ് ഈക്വൽ ടു എം ഡോട്ട് ഡിവൈഡ് ബൈ റോ 2 ഇൻറ്റു പൈ d2 vf2. റൈറ്റ്. ഇനി ചില സ്പെഷ്യൽ കേസസിൽ ചില പ്രോബ്ലത്തിൽ എന്ത് വരും, ഈ ഇമ്പല്ലറിൻ്റെ മുകളിൽ എന്തുണ്ട്, നമ്മളെ ബ്ലേഡ്സ് ഉണ്ട്. ഈ ബ്ലേഡ്സിൻ്റെ എണ്ണവും ബ്ലേഡ്സിൻ്റെ തിക്നെസ്സും വെച്ചിട്ട് ടോട്ടൽ ഇമ്പല്ലർ ഏരിയനെ കൺസിഡർ ചെയ്യാറുണ്ട് ചില സ്പെഷ്യൽ കേസസിൽ മാത്രം. അത് ചില ക്വസ്റ്റ്യൻസിൽ അത് മെൻഷൻ ചെയ്യും. റൈറ്റ്. അങ്ങനെയുള്ള കേസസിൽ ഏരിയ ഓഫ് ഫ്ലോയിൽ ഒരു ചെറിയ ഡിഫറൻസ് വരും. എന്ത് വരും, ഏരിയ ഓഫ് ഫ്ലോ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, പൈ ഇൻറ്റു ഡി ഇൻറ്റു ബി ആണ്. റൈറ്റ്. അതിന് പകരം എന്ത് വരും, പൈ d1 മൈനസ് എൻ ഇൻറ്റു ടി ഇൻറ്റു b1 വരും. ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താ, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബ്ലേഡ്സും ടി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ബ്ലേഡുമാണ്. റൈറ്റ്. സോ ഏരിയ ഓഫ് ഫ്ലോ എന്താവും, പൈ d1 മൈനസ് എൻ ഇൻറ്റു ടി ഇൻറ്റു b1 വരും. സോ അങ്ങനെ വരുമ്പോൾ ഏരിയ ഓഫ് ഫ്ലോ മാറുമ്പോൾ എന്താ, ഡിസ്ചാർജ് മാറി. ഡിസ്ചാർജ് എന്താ, ഏരിയ ഓഫ് ഫ്ലോ ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ്. സോ ഡിസ്ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു പൈ d1 മൈനസ് എൻ ഇൻറ്റു ടി ഇൻറ്റു b1 ഇൻറ്റു vf1 വരും. റൈറ്റ്. ഓക്കെ. സോ സെൻട്രിഫ്യൂഗൽ കംപ്രസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണെന്ത്, ഈ വെലോസിറ്റി ട്രയാങ്കിളുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് വരുന്ന പ്രോബ്ലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സബ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലങ്ങൾ കൊടുക്കുന്ന സെൻട്രിഫ്യൂഗൽ കംപ്രസറുമായി റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലത്തിലൊക്കെ ചോദിക്കുന്ന ഒരു പോയിൻ്റാണ് ഡിഗ്രി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ. ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ ഡിഗ്രി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ. ഇനി ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സ്റ്റാറ്റിക് പ്രഷർ റൈസ് ഇൻ ദ ഇമ്പല്ലർ ടു ടോട്ടൽ സ്റ്റാറ്റിക് പ്രഷർ റൈസ് ഇൻ ഡിഫ്യൂസർ. റൈറ്റ്. ഓർ എപ്പോഴും നമുക്ക് ഈ ഇക്വേഷനാണ് പരമാവധി നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചാൽ എപ്പോഴും പ്രോബ്ലത്തിൽ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. സോ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 മൈനസ് VW2 ഡിവൈഡ് ബൈ 2U2. സോ VW2 എന്താ, വെലോസിറ്റി ഓഫ് വേൾഡ് കമ്പോണൻറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ട്രയാങ്കിൾ ഒരു ഔട്ട്ലെറ്റ് കണ്ടീഷൻ. ആൻഡ് U2 എന്ന് പറയുന്നത് ബ്ലേഡ് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ്. സോ U2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, യൂഷ്വലി നമ്മളെപ്പോഴും ടർബൈൻ്റെ കേസ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ പമ്പിൻ്റെ കേസിൽ ചെയ്ത പോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കേസിൽ എങ്ങനെ കണ്ടുപിടിച്ചത്, U2 ഈസ് ഈക്വൽ ടു പൈ d2n ഡിവൈഡ് ബൈ 60. റൈറ്റ്. സോ ഡിഗ്രി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് 1 മൈനസ് VW2 ഡിവൈഡ് ബൈ 2U2. ആ റിലേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ.